നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊലക്കയറെന്ന് ജഡ്ജി വിധിച്ചതോടെ നാടകം കളി തുടങ്ങിയിട്ടുണ്ട് ഗ്രീഷ്മ. കോടതി മുറിക്കുള്ളിലും കോടതി വളപ്പിലും പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോഴും എല്ലാം നിർവികാരതയായിരുന്നു ഗ്രീഷ്മയുടെ മുഖത്ത് തളം കെട്ടി നിന്നത്. എന്നാൽ പോലീസ് വാഹനം കോടതിക്ക് പുറത്തിറങ്ങിയതോടെ അലറിക്കരച്ചിലായിരുന്നു ഗ്രീഷ്മയെന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതായത് ഇനി ഒന്നും ചെയ്യാനില്ല, അടപടലം പെട്ടു എന്ന് ഗ്രീഷ്മയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു ഭ്രാന്തിയെ പോലെയുള്ള പ്രകടനങ്ങളായിരുന്നു ഗ്രീഷ്മയിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ. ഇതിനു മുൻപും ഇതുപോലത്തെ നാടകം കളി ഗ്രീഷ്മ പുറത്തെടുത്തിട്ടുണ്ട്. അതായത് വിചാരണ നടന്നുകൊണ്ടിരിക്കെ താൻ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള അമിത ആത്മവിശ്വാസവുമായി വിചാരണ വേളയിൽ കോടതിയിൽ ഗ്രീഷ്മ എത്തിയിരുന്നല്ലോ. അന്ന് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് ജഡ്ജി വിധിച്ചതോടുകൂടി തന്നെ അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു. ഒരു അനക്കവുമില്ലാതെ മരവിച്ചതുപോലെ ആയിരുന്നു ഗ്രീഷ്മയുടെ പിന്നീടുള്ള രീതികളെല്ലാം. എന്നാൽ കോടതിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോലീസ് ജീപ്പിനകത്തേക്ക് കയറുമ്പോൾ വലിയ രീതിയിലുള്ള അലറിക്കരച്ചിലായിരുന്നു. സമനില തെറ്റിയതുപോലെയുള്ള പെരുമാറ്റം. ഗ്രീഷ്മ ഒരു പുത്തൻ നാടകം കളി തുടങ്ങിയോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. ഇതുവരെ ഒരു അസാമാന്യമായ കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. അതായത് താൻ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ്. എന്നാൽ കോടതി കുറ്റക്കാരിയാണ് എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അടുത്ത ഒരു നാടകം കളി പുറത്തിറക്കിയിരുന്നല്ലോ. എനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്കിനിയും പഠിക്കണം, ഏറ്റവും കുറച്ച് ശിക്ഷ നൽകണം എന്ന് കോടതിയിൽ ഗ്രീഷ്മ വാദിച്ചിരുന്നല്ലോ. അപ്പോഴും ഇന്ന് കോടതി വളപ്പിൽ കോടതി മുറിക്കുള്ളിൽ കയറുമ്പോഴും ആ ഒരു ആത്മവിശ്വാസമായിരുന്നു ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത്. അതായത് ചെറുപ്പക്കാരി ആയതുകൊണ്ട് ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പങ്കുവെക്കുമ്പോൾ ജഡ്ജി ഒരു കനിവ് കാണിക്കുമെന്ന്. അതായത് ഉത്ര കേസിൽ ഒരു വിധി വന്നിരുന്നുവല്ലോ. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതിനാലും പ്രായം കുറവായതിനാലും വധശിക്ഷ ഒഴിവാക്കുന്നു എന്ന്. ജീവപര്യന്തമാണല്ലോ പിന്നീട് വിധിച്ചത്. ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഈ കേസിൽ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. പക്ഷെ ഇവിടെ കോടതി പറഞ്ഞത് എന്താണ്? കോടതി കൃത്യമായ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. ഇവിടെ പ്രായം കണക്കിലെടുക്കുന്നില്ല. പ്രതിയുടെ കുറ്റകൃത്യം മാത്രമാണ്, അത് ചെയ്ത രീതിയാണ് കോടതിയുടെ മുൻപിൽ ഉള്ളത് എന്ന്. അതായത് ഏറെ പൈശാചികമായിട്ടായിരുന്നു ഒരു ചെറുപ്പക്കാരനെ ഗ്രീഷ്മ വകവരുത്തിയത്. ആ കൊലപാതകം നടത്താൻ ഇവർ കൃത്യമായ ആസൂത്രണം നടത്തി. ഒരു 24-കാരിയിലും പക്വതയോടെയാണ് ഈ കൊലപാതകം നടത്താൻ ഗ്രീഷ്മ ഓരോ ചുവടും മുൻപോട്ട് വെച്ചത്. അതെല്ലാം കോടതി കണക്കിലെടുത്തുകൊണ്ട് അതിശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. ഇവിടെ കോടതി എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ കൊലപ്പെടുത്താം എന്നുള്ള സന്ദേശമാണോ ഇതിലൂടെ കൊടുക്കുന്നത് എന്ന്. അത് അനുവദിക്കാൻ കോടതി തയ്യാറല്ല എന്ന് കട്ടായം പറയുകയായിരുന്നു. അങ്ങനെ അടപടലമാണ് ഗ്രീഷ്മയെ പൂട്ടിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഗ്രീഷ്മയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു: ഈ കേസ് അത്ര നിസ്സാരമല്ല, ഇതിൽ നിന്നും പുറത്തു കടക്കുക അത്ര എളുപ്പവുമല്ല. അതായത് തെളിവുകളും എല്ലാം നിരത്തിയാണ് പോലീസ് ഗ്രീഷ്മയെ പൂട്ടിയിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് അനങ്ങാനാകാത്ത വിധം പൂട്ടി. അത്രത്തോളം സ്ട്രോങ് ആണ് ഇതിൽ പോലീസ് കൊടുത്ത തെളിവുകൾ. അതുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കോടതി വിധിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഒരു നാടകം കളിയിലേക്ക് ഗ്രീഷ്മ കടക്കുന്നു. അതാണ് തനിക്ക് സമനില തെറ്റിപ്പോയി എന്നുള്ള ഒരു കാർഡ് ഇറക്കാൻ പോകുകയാണോ? അതായത് തന്റെ മനോനില തെറ്റി എന്ന് ഒരു കാർഡ് ഇറക്കാനുള്ള നീക്കം ഗ്രീഷ്മ നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പോലീസിനും വന്നു തുടങ്ങിയിട്ടുണ്ട്. കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കഴിഞ്ഞ ദിവസമാണ് കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജീപ്പിലിരുന്ന് അലറിക്കരയുകയായിരുന്നു ഗ്രീഷ്മ. അതുവരെ തന്റെ അതായത് കൂടുതൽ അവർ ശ്രദ്ധിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി പെടാതിരിക്കാനുള്ള, അതായത് മാക്സിമം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അതിലും അതിഗംഭീരമായ പ്രകടനങ്ങളാണ് ഗ്രീഷ്മ പുറത്തെടുത്തത്. അതായത് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കോടതി ശിക്ഷിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ഗ്രീഷ്മയുടെ പ്രകടനങ്ങളെല്ലാം തന്നെ.
വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ സാധാരണ പ്രതികൾക്കുണ്ടാകുന്ന ചില രീതികളൊക്കെ ഉണ്ടല്ലോ. അതായത് കോടതിയോട് കരയുക, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ എന്നെ വെറുതെ വിടണേ എന്ന് കരഞ്ഞപേക്ഷിക്കുക. അത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നുമല്ല ഗ്രീഷ്മയിൽ ഉണ്ടായിരുന്നത്. അതികൂർമ്മ ബുദ്ധിയാണ് ഗ്രീഷ്മയ്ക്ക് എന്ന് ഇന്നത്തെ അവരുടെ പ്രകടനത്തിൽ നിന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നിർവികാരത, അതായത് എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഉള്ള ഒരു സമനില തെറ്റിയ ഒരാളിനെ പോലെയുള്ള മുഖഭാവങ്ങളും, അതുപോലെ തന്നെ ജീപ്പിലേക്ക് കയറി ജീപ്പ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടിക്കരച്ചിലും ബഹളങ്ങളും ഒക്കെ പുറത്തെടുക്കുന്നു. പോലീസിന് മുന്നിൽ അതിഗംഭീരമായ പ്രകടനങ്ങളൊക്കെയാണ് ഗ്രീഷ്മ പുറത്തെടുത്തത്. എന്നാൽ ഗ്രീഷ്മയുടെ ഈ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ പോലീസുകാർ കണ്ടിട്ടുണ്ടല്ലോ. അതായത് തെളിവെടുപ്പിന് വേണ്ടി ഇവരെ വെട്ടുകാട് പള്ളിയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചിരിച്ചും ഉല്ലസിച്ചും ഒക്കെ ആയിരുന്നു ഒരാളെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പോലീസിനോട് വിവരിക്കുന്നത്. അന്ന് തന്നെ ഇവരുടെ ക്രിമിനൽ മൈൻഡ് എത്രത്തോളം ഉള്ളതാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്, അതായത് ഒന്നുകിൽ ഇവരുടെ അഭിഭാഷകൻ പറഞ്ഞു കൊടുത്തിട്ടാണോ, അതോ സ്വയമേ ഒരു നാടകം ഇവർ പുറത്തെടുക്കുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവരുടെ നിലപാടുകളിൽ നിന്ന് ഒരു സംശയം തോന്നുന്നത്. അതായത് മനോനില തെറ്റിയ ഒരാളെ പോലെ അഭിനയിച്ചങ്ങ് ഫലിപ്പിക്കുകയാണ് ഇപ്പോൾ ഗ്രീഷ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ അഭിനയ മുഹൂർത്തം പുറത്തെടുത്താലും അതൊന്നും ചെലവാകാൻ പോകുന്നില്ല. കാരണം ആ ചെറുപ്പക്കാരൻ എത്രത്തോളം ദാരുണമായാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിന്റെ ഓരോ വാർത്തയും കേരള സമൂഹം കണ്ടും കേട്ടും അറിഞ്ഞതാണ്. ഷാരൂണിന് നീതി കിട്ടണം എന്നുള്ളത് കേരളത്തിന്റെ കൂടി ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ ഷാരൂണിന്റെ അമ്മ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഷാരൂണിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. നിഷ്കളങ്കനായ എന്റെ പൊന്നു മകന്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം നീതിമാനായ ജഡ്ജിയുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് വിധി പറഞ്ഞു. വിധിയിൽ ഞാൻ സംതൃപ്തയാണ്. ഇതായിരുന്നു ഷാരൂണിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ. വിങ്ങി പൊട്ടിക്കൊണ്ടായിരുന്നു ആ അമ്മയുടെ സംസാരം. ഒന്ന് ഓർത്തു നോക്കുക, 11 ദിവസം തന്റെ മകൻ നരകയാതന അനുഭവിക്കുന്നത് ആ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം കണ്ണുകൊണ്ട്, അവന്റെ അടുത്തിരുന്നു കൊണ്ട് അവൻ വേദന കൊണ്ട് പുളയുന്നത് ആ മാതാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കണ്ണീരിന് മുകളിലല്ല ഗ്രീഷ്മയുടെ ഒരഭിനയവും. 11 ദിവസത്തോളം ഒരിറ്റ് വെള്ളം കുടിക്കാതെ ഒരു മനുഷ്യൻ മരണക്കിടക്കയിൽ എന്ന പോലെ കിടക്കുന്നു. അവന്റെ ആന്തരികാവയവങ്ങളെല്ലാം, അതായത് ചുണ്ട് മുതൽ മലദ്വാരം വരെ പൊള്ളി ആന്തരികാവയവങ്ങൾ ഛർദിക്കുമ്പോൾ അടർന്ന് പുറത്തു പോകുക. എത്ര ക്രൂരമായിരുന്നു ആ ചെറുപ്പക്കാരന്റെ മരിക്കുന്നത് വരെയുള്ള ഓരോ നിമിഷവും. അത് കേരളം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ കിട്ടുന്നതിൽ സന്തോഷിക്കുന്നതും കേരളമാണ്. നീതി കിട്ടി, നീതി കിട്ടി, എന്റെ പൊന്നുമോന് നീതി കിട്ടി എന്നായിരുന്നു ഖണ്ഡമിടറിക്കൊണ്ട് ആ അമ്മ പ്രതികരിച്ചത്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദിയെന്നും ആ അമ്മ കൈ കൂപ്പിക്കൊണ്ട് നിറകണ്ണുകളോടെ കോടതിക്ക് മുന്നിൽ പറഞ്ഞത്. വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ഷാരൂണിന്റെ മാതാപിതാക്കളെ ജഡ്ജി ചേംബറിലേക്ക് വിളിച്ചിരുന്നു. ഒരുപക്ഷെ ആ അമ്മയ്ക്ക് നീതി കൊടുക്കാനായിരിക്കാം ജഡ്ജി കൊലക്കയറ് തന്നെ വിധിച്ചത്. ഗ്രീഷ്മ കോടതിയിൽ വാദിച്ച ഒരു കാര്യമുണ്ടല്ലോ, തനിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ, ശിക്ഷയിൽ ഇളവ് വേണമെന്ന്. ആ 24-കാരി ഇനി അനുഭവിക്കാൻ പോകുന്നത് കൊടിയ പീഡനങ്ങളായിരിക്കും. കാരണം ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നത് അരഗന്റായിട്ടുള്ള സ്ത്രീകളാണ്. അതായത് പുറത്തിറങ്ങാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനും കൊണ്ട് കഴിയുന്ന ഒരു കൂട്ടർ. ഇവരുടെ കൈകളിലേക്ക് പുതിയ ഒരാളെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ജയിലറയ്ക്കുള്ളിലെ നടയടിയെ കുറിച്ചൊക്കെ. അതുകൊണ്ട് എല്ലാവരുടെയും കൈക്ക് പണിയാണ് ഇനി. ഗ്രീഷ്മയെ കയ്യിൽ കിട്ടിയാൽ അവർ എങ്ങനെയൊക്കെ ആയിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മുൻപ് ഗ്രീഷ്മ ജയിലിൽ കിടന്ന സമയത്തെ ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അന്നും പേടിച്ചു വിറച്ച ഗ്രീഷ്മയുടെ ചില വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതായത് ജയിലിൽ സുരക്ഷിതയല്ല എന്ന് ഗ്രീഷ്മ കോടതിയോട് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭയവും എന്തായാലും ഗ്രീഷ്മയെ വേട്ടയാടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിച്ച് ശിക്ഷയിൽ നിന്ന്, തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമായിരിക്കും ഗ്രീഷ്മ നടത്താൻ പോകുന്നത്. എന്നാൽ അത്തരത്തിലൊരു നീക്കം നടന്നാലും ഷാരൂണിന്റെ കുടുംബം അതിശക്തമായി തന്നെ മുൻപോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്.
24 വയസ്സേ ഉള്ളൂ, ശിക്ഷയിൽ ഇളവ് തരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു 24 വയസ്സുകാരി കാണിക്കേണ്ട പ്രവർത്തികളല്ല ഗ്രീഷ്മയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിക്രൂരമായി, അതായത് അവനെ കൊല്ലാൻ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് തന്നെ അവനോട് പറഞ്ഞത് എന്താണ്? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള ഒരു മെസ്സേജ് അവൻ അയച്ചുകൊണ്ടാണ് അവൻ അവളെ വിളിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഹീനമായ കുറ്റകൃത്യമാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. പോലീസിന് വലിയ ഒരു കയ്യടി കൊടുക്കണം. കാരണം സാക്ഷികളൊന്നുമില്ലാതിരുന്ന ഒരു കേസിൽ കൃത്യമായ രീതിയിൽ മുൻപോട്ട് പോകാൻ പോലീസിന് കഴിഞ്ഞു. അതായത് ഗ്രീഷ്മ പോയ വഴികളിലൂടെ ഒക്കെ തന്നെ പോയാണ് പോലീസ് ഗ്രീഷ്മയെ പൂട്ടിയത്. അടപടലം പൂട്ടുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടാൻ സർവ്വതും വിറ്റുപെറുക്കേണ്ടി വരും ഗ്രീഷ്മയ്ക്ക്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് ഒരു വേളയിലും ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്ന ഒരു ഘട്ടങ്ങളിലും ഗ്രീഷ്മയുടെ പിതാവ് കോടതികളിൽ എവിടെയും എത്തിയില്ല. കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷ വിധിക്കുമ്പോഴും ഗ്രീഷ്മയുടെ പിതാവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഗ്രീഷ്മ മുൻപ് തന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നത് താൻ തെറ്റുകാരിയല്ല, തന്റെ സർവ്വ സ്വത്തുക്കളും വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും കേസ് നടത്തും, ഞാൻ രക്ഷപ്പെടും എന്നൊക്കെയാണ്. എന്നാൽ എന്ത് വിറ്റുപെറുക്കാനാണ് ഉള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എല്ലാം അവരുടെ അച്ഛന്റെ പേരിലാണ്. അച്ഛൻ ഒരുപക്ഷെ ഗ്രീഷ്മയെ കൈവിട്ടോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ട്. അമ്മാവനും അമ്മയും ഒക്കെയാണ് ഗ്രീഷ്മയ്ക്ക് വേണ്ടി തുടക്കം മുതൽ തന്നെ നിലകൊള്ളുന്നത്. എന്തായാലും ഗ്രീഷ്മ ഇനി മേൽക്കോടതികളിലേക്ക് പോകുന്നത് വർഷങ്ങളുടെ ഒരു നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. എങ്കിലും ഗ്രീഷ്മയ്ക്ക് നേരെയുള്ള തെളിവുകളെല്ലാം അത്രത്തോളം സ്ട്രോങ് ആണ്. ഒന്നും പോലീസ് ഉണ്ടാക്കിയെടുത്തതോ ഒന്നുമല്ല. ഉള്ള തെളിവുകൾ അത് അതിശക്തമായി തന്നെ ഉള്ള തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ വിയർക്കും. ഇനിയിപ്പോൾ അങ്ങ് ജയിലിലേക്ക് ചെന്നോളൂ എന്നാണ് ഒരു കൂട്ടർ കോടതി വളപ്പിനുള്ളിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞത്. അതായത് കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞ് പോലീസ് ഗ്രീഷ്മയെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ കോടതി വളപ്പിൽ നിന്ന് തന്നെ പലരും വിളിച്ചു പറഞ്ഞത്, നീ അങ്ങ് ജയിലിലേക്ക് കയറി ചെല്ല്, അവിടെ ഉള്ളവരുടെ കൈക്കരുത്ത് നീ അറിയും എന്നൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.